அங்க வர முடியுமா? எந்த வழி எந்த வழி? இந்த பாதையிலா? ஓகே, நான் அங்க வரேன். கேரளா உங்க ஊரெல்லாம் இதெல்லாம் ஷூட் பண்ணி காமிக்கிறதுக்கு தான் வந்தது. சூப்பரா இருக்குது, செம்ம இருக்கு. புவிசார் குறியீடு மலைப்பூடுங்கிறதே கொடைக்கானல் மலையில் மட்டும்தான் இருக்கும். இங்கே மட்டும்தான் இருக்கு. விளையிறதெல்லாம் செகண்ட் குவாலிட்டி, ஒரிஜினல் குவாலிட்டி, ஃபர்ஸ்ட் குவாலிட்டி இங்கே தான். പൂമ്പാറ വില്ലേജിന്റെ എൻഡിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് കേട്ടോ. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങോട്ട് കേൾക്കാം. നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേ ഓണറില്ലാത്തൊരു കുതിരനെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വെറുതെ നടന്നു പോവാ. അതിൻ്റെ പുറത്ത് കയറിയിട്ട് വിട്ടാലോ എന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. പക്ഷേ ഒരു പ്രാന്തനാന്ന് തോന്നുന്നുണ്ട്. അതിന് ഫുഡൊന്നും കിട്ടിയിട്ടില്ല തോന്നുന്നുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലും പിണങ്ങി വരുമോ, വീട്ടിലൊക്കെ ഓടി വരുന്ന ടീമോ. എന്താ ഭംഗിയല്ലേ, നല്ല രസമാട്ടോ. ഈ ഇതിലൂടെ കാണുന്നതിനേക്കാളും മനോഹരമാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഈ ഒരു ടൈമിന്. വേറെ ലെവലിൽ ഇനി കാണാൻ പോകുന്നതിനുള്ളൂ. പോലാമാ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള തോട്ടങ്ങളിലേക്കാണ് കേട്ടോ. അതായത് ഇവിടുത്തെ കൃഷിയിടങ്ങളിലേക്ക് നമ്മൾ താഴേക്ക് എത്തിയിട്ടുണ്ട്. കണ്ട, പിള്ളേരൊക്കെ സ്കൂളൊക്കെ വിട്ടിട്ട് പോവുകയാണ് കേട്ടോ. സ്കൂളൊക്കെ തുറന്നില്ലേ, സ്കൂളൊക്കെ വിട്ടിട്ട് പോകുന്നുണ്ട്. ഇവിടെ സ്കൂളിൽ നിന്നാവും കേട്ടോ. മനോഹരമായ കൃഷിയിടങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലേ അടിപൊളി ഗ്രാമം. കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. വെളുത്തുള്ളി കൊണ്ടുപോകണം നോക്ക്, തോട്ടത്തിൽ നിന്ന് വെളുത്തുള്ളി. ഇതൊക്കെ എന്ത് കൃഷിയാണെന്ന് ഒരു പിടുത്തമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ അറിയാത്ത കാര്യങ്ങൾ വെറുതെ സംസാരിച്ചിട്ട് കാര്യമല്ലോ. ഇവിടെയുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് കിട്ടണം. കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ പാതകൾ കണ്ടോ, വഴി ഭയങ്കര മോശമാണ് കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലും ഓരോ പണിക്കാരുണ്ട് കേട്ടോ. ഓരോ പണിക്കാരെന്നല്ല, കണ്ടമാനം പണിക്കാരുണ്ട്. മൊത്തം കൃഷിയിടങ്ങളാണ്, അടിപൊളി സ്ഥലങ്ങൾ, മൊത്തം കൃഷിയിടങ്ങൾ. എന്തൊക്കെ ഐറ്റംസുകളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് നമുക്ക് ആരെങ്കിലുമൊക്കെ ആയിട്ട് നൈസായിട്ട് മുട്ടി വെക്കാം. രണ്ട് കിട്ടിയാലും വേണ്ടില്ല, കുഴപ്പമില്ല. ഇതെല്ലാം എന്താ കൃഷിയാക്കാ? ഇതെന്ത്, ഇത് ഉള്ളിയാ, വെങ്കായമാ? വെളുത്തുള്ളിയോ? വെളുത്തുള്ളി. വെളുത്തുള്ളിയാണ് കേട്ടോ. കാരണം നമുക്ക് അവിടെ ചാക്കിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകണ കണ്ടു. ഈ ഒരാൾക്ക് നടക്കാനുള്ള ഒരു ഇതുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്ത് പോകാൻ കുറച്ച് ടാസ്ക്കാണ്. വെളുത്തുള്ളി ആവാൻ ചാൻസ് ഉണ്ട്. വെള്ള പൂടുന്നോ അങ്ങനെ എന്തോ പറഞ്ഞേ. അവിടെ കണ്ടോ കുറേ ആളുകൾ പണിയെടുക്കുന്നുണ്ട്. അങ്ങോട്ടാണ് ഇനി നമ്മുടെ ലക്ഷ്യം. എടാ വാടാ, ഇവിടെ വാ. താരെന്ത് പരിപാടിയാണ് കളിക്കണേ? നോക്കി വാ. അവിടെയൊക്കെ ഭയങ്കര സീനാ, സ്ലിപ്പാവുണ്ട്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, രണ്ടാൾക്ക് അവിടെ വരാൻ ഭയങ്കര സീനാണ്. ഒരാൾ തന്നെ നടന്നിട്ട് കഷ്ടിച്ചേ പോകാൻ പറ്റുള്ളൂ. ആക്കൊക്കെ പോകുന്ന റൂട്ട് കണ്ടോ, ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ വിഷയമാണ്. അക്കാ കണ്ടോ, ഒരാൾ വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. സെറ്റാക്കി തരാം. ഡോണ്ട് വറി, വഴിയില്ല. അക്കാ അങ്ക വര മുടിയുമാ? எந்த வழி இந்த பாதையிலா? ஓகே, நான் அங்கே வரேன்.
അപ്പോൾ ഗൈസ് വേറൊരു സീൻ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ചെരുപ്പിട്ടിട്ട് പോകാൻ പറ്റില്ല. ഈ മുണ്ടെടുത്തോണ്ട് എന്തൊരു സുഖ. ജീൻസ് പാൻറ്റൊക്കെ ആണെങ്കിൽ നല്ല സീനായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിലേ അവരെ കൃഷിസ്ഥലാണ്, അവർ വീട് പോലെ കാണുന്ന സ്പേസ് ആണ്. ചെരുപ്പ് ഇട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങരുതെന്നാണ് പറയുന്നത്. അത് ഇവിടുത്തെ റൂൾസാണ്. ചെരുപ്പ് അയച്ചിട്ട് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ വരാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്തായാലും ചെരുപ്പ് അയച്ചിട്ടുണ്ട്. എന്താ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് അവരിൽ നിന്ന് തന്നെ അറിയാം കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചു പോകണം. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്ന കൃഷികളല്ലേ, സാധനങ്ങളല്ലേ. അക്കാ ഇത് എന്താ കൃഷി? ഇത് എന്താ ഐറ്റം? വെള്ളപ്പൂട് പറഞ്ഞ വെളുത്തുള്ളി തന്നെ ഗാർലിക് വെളുത്തുള്ളി തന്നെ. ഒന്ന് അങ്ങോട്ട് നോക്കിയാ എന്താ കാഴ്ചകൾ നോക്കിയാ. ഒരു രക്ഷയില്ല കേട്ടോ, ഒരു രക്ഷയില്ല. വെളുത്തുള്ളിപ്പാടാണ് കേട്ടോ. വെളുത്തുള്ളി ചുറ്റിലും ഫുള്ള് വെളുത്തുള്ളി. വേറെ എന്നാ ഇருக்கு? വേറെ എന്തായിട്ടോ കൃഷി? ബീൻസ്, ക്യാരറ്റ് எல்லாமே இருக்கா? வெங்காயம் இருக்கா? ഇത് വെങ്കായം അല്ല, ഇത് ഗാർലിക് അല്ലേ? ഇത് വന്ന് ഗാർലിക്. വെള്ള വെങ്കായോ? ഇത് വെള്ള വെങ്കായോ? മധ്യ വെങ്കായം, വലിയ വെങ്കായോ, പെരുസ് വെങ്കായോ ഇല്ലയാ? അപ്പോ ഇത് വെളുത്തുള്ളിയാണ്. ഇവിടെ ബീൻസ്, ക്യാരറ്റ് இருக்கா? ക്യാരറ്റ് ഇപ്പോൾ പോടല്ലേ? ക്യാരറ്റിന്റെ സീസൺ. ക്യാരറ്റ് ഇപ്പോൾ നട്ട് വെച്ചിട്ടുള്ളൂ. അപ്പോൾ സമയം എടുക്കുമെന്നാണ് പറയണത്. എല്ലാത്തിനും അതിൻ്റെതായ സീസണും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. എന്താ അവസ്ഥ നോക്കിയാൽ അടിപൊളി മനോഹരമായ കേരള ഉങ്ക ஊரெல்லாம் இதெல்லாம் ஷூட் பண்ணி காமிக்கிறதுக்கு தான் வந்தது. சூப்பரா இருக்குது, செம்மா இருக்கு. இந்த இடம் எப்படி இருக்குன்னு எனக்கு கண்ணுக்கு. இது சின்ன கேரளா. கேரளாவில் இந்த மாதிரி எல்லாமே கிருஷி ஒன்றும் இல்லை. ஆனா ரொம்ப நல்லா இடங்கள் இருக்கு பாக்குறதுக்கு. മമ്മി ഉങ്ക മമ്മിയാ? മമ്മി അമ്മി അല്ല മമ്മി. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ടാണ് മമ്മിനെ ഞാൻ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡോണ്ട് വറി. ഇതിൽ പോവാൻ പറ്റുമോ? അപ്പൊ ഇത് കേട് വരില്ലേ? ഗ്യാപ്പില് എനിക്ക് ഈ നട്ട് നനച്ചുണ്ടാക്കിയ സാധനങ്ങൾ കൂടെ അത് പറിക്കാറായോ? വിളവെടുക്കാറായോ? നമ്മൾ ശ്രദ്ധിച്ചു പോകണം കേട്ടോ. കാരണം എന്താ അമ്മ മലയാളം പറയാം. അപ്പൊ പിന്നെ മലയാളി ഉണ്ട് ഇവിടെ. മലയാളി ഇവിടെ ഉണ്ട്. യാര് മലയാളം പറയും? ആരെ മലയാളം പറയുന്ന ആള്? എന്ത് ഊര്? കേരള ഊര് പൂമ്പാറ. പിന്നെ കേരള മലയാളം പറയുന്നൊക്കെ പറഞ്ഞിട്ട് മലയാളം തരുമാ? ജോക്ക്. ആഹാ. சாப்பிட்டாச்சு. உங்க ஊரு செம்ம இருக்குட்டா, அடிப்பொலி, நல்லா இருக்கு. நல்ல கிளைமேറ്റ്, നല്ല അടിപൊളി വ്യൂ. പൂമ്പാറ. വേറെ കൃഷികളുണ്ടോ? വേറെ അതോടെ തോട്ടങ്ങളൊക്കെ എവിടെ? എങ്കേ ഇருக்கு? അങ്ങയാ? അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ വേറെ കുറച്ച് ഐറ്റംസുകൾ കൃഷികളുണ്ട്. നമ്മളിപ്പോൾ എന്തായാലും വെളുത്തുള്ളി കൃഷി കണ്ടല്ലോ. ഇനി നമുക്ക് എന്തായാലും ക്യാരറ്റ്, ബീൻസ് അങ്ങനത്തെ പരിപാടികളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട്. ഇനി അപ്പുറത്തോട്ടൊന്ന് പോയി നോക്കാം കേട്ടോ. ആ ഭാഗത്തേക്ക് അവിടെ കുറേ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ എന്താ പറയുക, വിത്തിട്ട് നട്ട് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അങ്ങോട്ട് കുളത്തേക്ക് പോകണ്ട, നമുക്ക് ഇങ്ങനെ പോവാം. കിണറല്ലേ, അങ്ങോട്ട് പോകണ്ട. ഇവിടെയൊക്കെ കണ്ടോ, എന്താ പറയുക, ഉണ്ടാക്കി വരുന്നുള്ളൂ, മുളച്ച് വരുന്നുള്ളൂ ഇവിടുത്തെ ഈ ഒരു സ്ഥലത്ത്. ഇതും അത് തന്നെ ആവും. വെള്ള വെങ്കായം സെയിം നമ്മളെ നെല്ലൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. ചെറിയ ഒരിത് എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവണില്ല. ഇപ്പൊക്കെ ഒരു പിടുത്തം കിട്ടണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിലും നോക്കുമ്പോൾ അത്രയും മനോഹരമായ കാഴ്ചയല്ലേ. നമ്മളിപ്പോൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആരാ സ്വപ്നം കാണാത്ത അവിടേക്ക് ഒന്ന് പോകണം, ഇതൊക്കെ ഒന്ന് നേരിട്ട് കാണണം. അപ്പോൾ അതൊക്കെ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഉണ്ടാവുന്നൊരു എക്സൈറ്റ്മെൻ്റ് ഇല്ലേ, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് സംസാരിക്കാൻ വാക്കുകളൊന്നും കിട്ടില്ല കേട്ടോ. വേറൊരു ലെവല് ഫീല്. അങ്ങോട്ട് പോവാം. അവിടെ കുറേ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അങ്ങോട്ട് പോവാം. വേറൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ട, ഇത് കറണ്ട് പാസ് ചെയ്യണ വേലിയാണ് കേട്ടോ, കറണ്ട് വേലിയാണ്. അപ്പോൾ മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് ഇറങ്ങാറുണ്ട് എന്നുള്ളതിനുള്ളൊരു തെളിവാണത്. യാന, കാട്ടുപോത്ത്, അന്തമാതിരി
ഫോറസ്റ്റിൽ നിന്ന് കീഴെ ഇറങ്ങി വന്ന് ഇവരുടെ കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവർ, പക്ഷെ ഇപ്പോഴൊന്നും കറണ്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ തൊട്ട് നോക്കിയിട്ട് നിങ്ങളെ കാണിച്ച് തരാനൊന്നും പറ്റില്ല, ഇനി പറയാനൊന്നും പറ്റില്ലല്ലോ, ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കറണ്ടൊന്നും ഉണ്ടാവില്ല. ഇവർ പണി എന്ന് പറയുന്നത് 5 മണി വരെയൊക്കെ ഇവർ പണിയെടുക്കണുള്ളൂ തോട്ടത്തിൽ. ഇനിയിപ്പോൾ ഏറി പോയി കഴിഞ്ഞാൽ ഒരു 6 മണി വരെ, ആ ഒരു ടൈം വരെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഷോക്ക് കടത്തി വിടുക, കറണ്ട് കടത്തി വിടുക. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഉണ്ട് കേട്ടോ അവിടെ. ആഹാ, അടിപൊളി ഒരു താഴ്വര, മേഘങ്ങളൊക്കെ നോക്കിയാൽ എന്ത് രസമാണെന്നറിയോ, പൊളി. വേറെ കുറച്ച് അക്കന്മാരെ നമ്മളെ വിളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അമ്മമാര് നമ്മളെ വിളിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉഴുതു മറിച്ചിട്ടുണ്ട്. ഇവിടെ വിത്തൊന്നും നട്ടിട്ടൊന്നുമില്ല. ഇത് എന്താ കൃഷി? പൂട് ഒക്കെ ഉള്ളി തന്നെയാടാ. വെള്ളപ്പൂണ്ട് പറഞ്ഞ വെളുത്തുള്ളി, വെങ്കായം, വെള്ള വെങ്കായം, ഗാർലിക്, ചിന്ന വെങ്കായം, ആ വെളുത്തുള്ളി, എല്ലാം വെളുത്തുള്ളി കൃഷിയാണ് കേട്ടോ. മെയിനായിട്ട് വെളുത്തുള്ളി കൃഷി തന്നെയാണ് ഇവിടെ ഉള്ളത്. വേണ്ട, അവര് പറിക്കാണ്, അല്ല വിത്ത് നടുകയാണ്, പറിക്കല്ല. ഒന്നങ്ങോട്ട് പോയോട്ടെ. അങ്ങ് വരട്ടെ. അവരെന്തായാലും നമ്മളെ വിളിച്ചിട്ടുണ്ട്. മണ്ണിൽ കാൽ ചൂട്ടിയ കണ്ടോ, ഇവിടെ എല്ലാം വിത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവര് വിത്ത് എന്ന് പറയുന്നത് ഈ വെളുത്തുള്ളി തന്നെയാണ് ഇവർ പാകി വിടുന്നത്. വെളുത്തുള്ളി തന്നെയാണ് ഇവർ പാകി വിടുന്നത്. தலைவரே பேர் என்ன? சவுந்தரபாண்டி. இப்போ வந்து எல்லாமே வித்தெல்லாம் பாக்கிட்டு இருக்கா? வெள்ளுள்ளி, வெள்ளை, கேரளா வெள்ளுள்ளி, வெள்ளை பூண்டு, வெளுத்துள்ளி அங்கே அந்த மாதிரி தான் பறைய வெளுத்துள்ளி. இங்க இது மட்டும்தான் இருக்கு கிருஷி? கேரட், பீன்ஸ், பொட்டேட்டோ, எവിടെ? பீட்ரூட், நூக்கால் எல்லாம் வரும், எல்லாமே இருக்கு. கோதுமை ஃபார்மிங் வில்லேஜ் அடிபொலி, செம்ம இருக்கு பார்க்கறதுக்கும் எல்லாத்துக்கும் செம்ம இருக்கு ஊரு. ஓ, இவ்வளவு தூரம் வண்டியெல்லாம் ஓடிச்சு வந்து இதெல்லாம் பார்க்கறதுக்கு தான், நாங்கள் இதெல்லாம் எக்ஸ்ப்ளோர் பண்ணி இதெல்லாம் காணிக்கிறதுக்கு தான், என்னோட சப்ஸ்கிரைபர்ஸுக்கு காணிக்கிறதுக்கு தான். அது வந்து ஏரியா பாலக்காடு. பக்கம்தான், கோயம்புத்தூர் பக்கம் தான், பொள்ளாச்சி பக்கம் தான் வந்திருக்கா? ஓ அப்படியா? எதுக்கு வந்திருக்கு? சும்மா அவங்க சொந்தக்காரர் இருக்காங்க. அங்க சொந்தக்காரர் இருக்கா? பாலக்காடு பக்கத்துல. ഓക്കെ. അപ്പൊ ഈ വെളുത്തുള്ളിയാണ്, ഇതാണ് വിത്തിട്ടാ, ഇതാണ് വിത്ത്. നമ്മളിപ്പോ ഈ നടക്കുന്ന സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ അവർ പാകിയിട്ടുണ്ട്. ഇതാണ് വിത്ത്. അതായത് ഒന്ന് ഉണങ്ങി ഇതാക്കി എടുത്ത വെളുത്തുള്ളി എടുത്തിട്ട് ഇതിലാ കണ്ടോ, ഇതിലൊക്കെ പാകിയിട്ടുണ്ട്, വെളുത്തുള്ളി പാകിയിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ മുളച്ചിട്ട് ഇങ്ങനെ വരും. എല്ലാം വെളുത്തുള്ളി. ஒரிஜினல் வெள்ளைப்பூடு இங்கே தான் புலிசார் குறியீடு. மலைப்பூடுங்கிறது கொடைக்கானல் மலையில் மட்டும்தான் இருக்கும். இங்கே மட்டும்தான் இருக்கு. விளையிறதெல்லாம் செகண்ட் குவாலிட்டி, ஒரிஜினல் குவாலிட்டி, ஃபர்ஸ்ட் குவாலிட்டி இங்கே தான். இது எக்ஸ்போர்ட் குவாலிட்டி. இது வந்து பிராய்லர் கோழி தெரியுமா? பிராய்லர் கோழி அது மாதிரி இல்லை, இது நாட்டுக்கோழி சாப்பிட்டா இப்படி இருக்கும். கோழிலேயே 2 வித்தியாசம் இருக்குல்ல, அது மாதிரி பூண்டிலே 2 வித்தியாസം. பூண்டிலே വ്യത്യാസം ഒറിജിനൽ കോഴി மாதிரி. ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ, ഇവിടെ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ. നല്ല കാരം, ഉടമ്പുക്ക് നല്ലത്, நல்லா இருக்கும், നല്ല നോയ് നൊടിയിലുള്ള പൂണ്ടിന്. ഇതല്ല പൂണ്ട്, വെള്ളപ്പൂണ്ട്. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രോയിലർ കോഴി കഴിക്കുമ്പോ എങ്ങനെയാണോ അതുപോലെ തന്നെ നാടൻ കോഴി കഴിക്കുമ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് ഇവിടുത്തെ വെളുത്തുള്ളി കേട്ടോ. ഈ വെളുത്തുള്ളി ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ്, എക്സ്പോർട്ടിങ് ക്വാളിറ്റി സാധനമാണ്. അത് ഇവിടെ മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ എന്നാണ് ആള് പറയുന്നത്. എന്തായാലും ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് നന്ദി, നമസ്കാരം. ഓക്കെ. അവിടെ കണ്ടോ ഉഴുതുമറിക്കണ ചെറിയൊരു മോട്ടറൊക്കെ ഉള്ള ഒരു മെഷീൻ കണ്ടോ, ട്രാക്ടർ പോലെ സെറ്റപ്പ് അല്ലേ? ചെറിയ ട്രാക്ടർ കേട്ടോ, സ്മോൾ ട്രാക്ടർ കണ്ടാ, സെറ്റപ്പ്. കൊടുവയർ കേരളത്തിലിതാ പക്കത്തില്, പാലക്കാട് പക്കന്താ ചിറ്റൂര്. தெரியும். நாங்க வந்து ஷொர்ணூர் தெரியுமா? ஷொர்ணூர், திருச்சூர் திருச்சூர் அதுக்கு பக்கத்துல தான். நல்ல மார்க்கெட்டா தெரியும்? நல்ல മാർക്കറ്റ്, பெரிய ஊர். ഓ തൃശ്ശൂർ വലിയ ഊരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കണ്ടാ, ചെറിയ ട്രാക്ടർ, സ്മോൾ ട്രാക്ടർ, ചെറിയ പരിപാടി, നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉഴുതു മറിക്കാം. ചെറിയ പരിപാടികൾക്കൊക്കെ ഇങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. ചെറിയ എണ്ണയല്ലേ കത്തുള്ളൂ. ഒരു ഇതിന്റെ ലെവൽ എന്താ നോക്കാം അണ്ണാ. இந்த മെഷീൻ இல்லையா, അതിൽ 1 ലിറ്റർ പെട്രോൾ അടിച്ചാൽ എത്ര മണിക്കൂർ ഓടും? 45 മിനിറ്റ്സ്. 1 മണിക്കൂർ പെട്രോളിന്
1 hour ലിറ്റർ 1 ലിറ്റർ 1 അവർക്ക് 1 ലിറ്റർ. അപ്പോൾ ഒരു മിനിറ്റ്സ് 45 മിനിറ്റ്സ് 1 അവർ 1 ലിറ്റർ ഡിസ്റ്റൻസ്. അപ്പടിയാ. അപ്പം ഏകദേശം 1 മണിക്കൂറിന് 1 ലിറ്റർ വേണമെന്ന് പറയുന്നത്. പെട്രോൾ അല്ലേ? പെട്രോൾ. ഓ, എന്തായാലും നൈസ് പരിപാടിയാണ്. സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട്, സിമ്പിളായിട്ടല്ല, കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നോക്കിയാൽ അവർ നിലമൊക്കെ ഉഴുത് മറിച്ച് സെറ്റാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതാ വെളുത്തുള്ളി നടുന്ന ആ ഒരു രംഗമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. വെളുത്തുള്ളി ഇങ്ങനെ എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ പൂത്തി വെക്കുക. കണ്ടോ അണ്ണൻ പവറായി. എന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു കേട്ടോ. ആളാണ് ഈ സ്ഥലത്തിൻ്റെ ഓണർ, ഇതിൻ്റെ മെയിൻ ആൾ കേട്ടോ. കണ്ടോ, ഇതാണ് പരിപാടി. ഇങ്ങനെയാണ് വെളുത്തുള്ളി ഉണ്ടാക്കുന്നത്. അതായത് വെളുത്തുള്ളി ഒന്ന് വെയിൽ കൊണ്ട് ഉണങ്ങിയ വെളുത്തുള്ളി എടുത്തിട്ട് നില കൊഴുത് മറിച്ചിട്ട് വീണ്ടും അതിൽ തന്നെ നട്ടുക. അണ്ണാ ഉങ്ക പേര്? കാമരാജ്. ആൾ ഒരുപാട് ഹെൽപ്പുകൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന്, ഇവിടുത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ഓഫ് കാമരാജ്. കാമരാജ് ഞാൻ കേട്ടിരിക്കேன் അங்கே. ഓ, എക്സ് ചീഫ് മിനിസ്റ്റർ ഓഫ് കെ കാമരാജ്. കേട്ടിருக்கு. അപ്പോൾ പോട്ടെ, ശരി പോട്ടെ. അപ്പോൾ താങ്ക് യു. നാങ്ങളെ നன்றി. അങ്ങോട്ട് ചോദിക്കരുത്, നമ്മുടെ ആവശ്യത്തിന് കിട്ടൂല, ആ സീനാണ്. എന്തായാലും ആവട്ടെ അണ്ണാ, പോട്ടെ. ഓക്കെ, എങ്ക പേര്? ചന്ദ്രു. അപ്പോൾ ശരി, ഓട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ അവർ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ ഒരുപാട് റൂമുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലോഡ്ജ്, ഹോം സ്റ്റേ, പിന്നെ ഏർമാടങ്ങൾ വരുന്നുണ്ട്, ടെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റേ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്. പക്ഷെ നല്ല എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത എക്സ്പെൻസീവ്. അതുപോലത്തെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ, അതുപോലത്തെ ഇതുകൾ കണ്ടോ, അതുപോലത്തെ സ്റ്റേ കാണുന്നുണ്ടെങ്കിൽ 3000 രൂപയൊക്കെ വരുന്നുണ്ട്. 1500, 1000 രൂപയൊക്കെ ഡബിൾ റൂമിനൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല റേറ്റ് വരുന്നുണ്ട്. 1000-ന് കിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ടാണ്, അവർ പറഞ്ഞത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. 1500ഒക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞു ഇവിടെ സ്റ്റേ ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ. പിന്നെ അവരൊരു സ്പോട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് ഡയറക്റ്റ് ചോദിക്കാനാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് ഡയറക്റ്റ് ചോദിച്ച് കഴിഞ്ഞാൽ നല്ല ലോ ബഡ്ജറ്റൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ കൂഗൽ എന്ന് പറയുന്ന സ്ഥലം ഈ ഭാഗത്താണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ കാണുന്നത്, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന ഭാഗത്താണ് കൂഗൽ വരുന്നത്. അതുപോലെ തന്നെ മന്നവന്നൂർ എന്ന് പറയുന്നത് ആ സൈഡും. അപ്പോൾ നമുക്ക് നടന്നിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് 1 മണിക്കൂറോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എത്താൻ കഴിയും. പക്ഷേ വണ്ടിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈ മന്നവന്നൂർക്കൊക്കെ ഒരുപാട് ദൂരം ചുറ്റി വളഞ്ഞ്, അതിലിങ്ങനെ ചുറ്റി വളഞ്ഞ് ആ ചുരമൊക്കെ കയറി ഇറങ്ങി, പിന്നെ അവിടുന്ന് അങ്ങനെ കയറി അങ്ങനെ ഇങ്ങോട്ട് എത്തണം. കൂഗൽ, മറ്റേ മന്നവന്നൂർ, അങ്ങനെയുള്ള സ്പോട്ടുകൾക്കൊക്കെ പോകുന്നതിനായിട്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, എങ്ങനെയുണ്ട് കൊടൈക്കനാലിലെ പൂമ്പാറ വില്ലേജും ഇങ്ങോട്ട് വരുന്ന വഴികളും കാഴ്ചകളും ഇവിടെയുള്ള കൃഷിയിടങ്ങളും അവരുടെ ജീവിതങ്ങളും ജീവിത രീതികളും ആളുകളും എല്ലാമാണ് ഒരുക്കിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് സൈനിങ് ഓഫ് പറയുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് സലാം.